ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തിയറി പാർട്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ റിഡക്ഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന എൻട്രീസൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. തേർഡ് മെത്തേഡാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇനി ഒരു ഏകദേശം എല്ലാം വരുന്ന ഒരു അറേഞ്ച്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിൽ എല്ലാ ഏരിയാസും കവർ ചെയ്യുന്നൊരു പ്രോബ്ലം നോക്കാം. അപ്പോൾ അതിൽ ഇതുപോലെ നിങ്ങൾക്ക് എന്തായിരിക്കും, ചിലപ്പോൾ ഐറ്റംസ് തന്നിട്ട് ഇതുപോലെ ആയിരിക്കും തരുന്നുണ്ടാവുക ക്വസ്റ്റ്യനിൽ. അതല്ലാന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് ഫോമാറ്റിലായിരിക്കും ക്വസ്റ്റ്യൻ തരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഐറ്റംസ് മാത്രമാണ് തരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നിട്ടുള്ളത് 20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ച് ക്യാപിറ്റൽ, ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ടാണ് 20 lakh. പിന്നെ ഡിബെഞ്ചേഴ്സിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട് 10 lakh. ദെൻ ഡിബെഞ്ചേഴ്സിന് ഡ്യൂ ആയിരിക്കുന്ന ഇൻട്രസ്റ്റ് ഡ്യൂ ആയിരിക്കുകയാണത് കൊടുത്തിട്ടില്ല. ഓക്കെ, ദെൻ ട്രേഡ് ക്രെഡിറ്റേഴ്സ്, അത്രയാണ് നമുക്ക് ലയബിലിറ്റി സൈഡിലുള്ള ഐറ്റംസ് തന്നിട്ടുള്ളത്. ആൻഡ് അസറ്റ്സിൽ തന്നിട്ടുള്ളത് ഫിക്സ്ഡ് അസറ്റ്സും കറണ്ട് അസറ്റ്സും തന്നിട്ടുണ്ട്. ആൻഡ് അതിന് താഴെ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് ഫിക്സ്ഡ് അസറ്റ്സ് ആർ വാല്യൂഡ് അറ്റ് 9,60,000 ആൻഡ് കറണ്ട് അസറ്റ്സ് അറ്റ് 4,80,000 എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് അതിന് നമ്മൾ റീവാല്യൂ ചെയ്ത് എമൗണ്ട് എത്ര ആയിട്ടുണ്ട്, ഇപ്പോൾ 20 lakh ഉള്ള ഫിക്സ്ഡ് അസറ്റ്സിനെ നമ്മൾ 9,60,000 ആയിട്ട് റീവാല്യൂ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാലൻസ് ഷീറ്റിൽ ഇപ്പോൾ ബാലൻസ് ഷീറ്റിലത്തെ ഐറ്റം വെച്ചാണ് നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള 20 lakh എന്ന് പറയുന്നത്. അതിനെ നമ്മൾ 9,60,000 ആക്കി മാറ്റണം. അതിന് വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കണം. അതുപോലെ കറണ്ട് അസറ്റ്സും 4,80,000 ആക്കി നമ്മൾ മാറ്റണം. അതായത് ബാക്കി എമൗണ്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് പോകണം. ഓക്കെ, ദെൻ ബാക്കി ഇൻഫോർമേഷൻ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വൺ, ഷെയർസ് ആർ സബ് ഡിവൈഡഡ് ഇൻ ടു ഷെയർസ് ഓഫ് ₹5 ഈച്ച് ആൻഡ് 90% ഓഫ് ദ ഷെയർസ് ആർ സറണ്ടേഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷെയർസിനെ സറണ്ടർ ചെയ്യുന്ന സമയത്ത് ഉള്ള എൻട്രീസിൽ ഫസ്റ്റ് എൻട്രി പഠിച്ചിട്ടുണ്ടാവുക, ഷെയർസിനെ എന്ത് ചെയ്യും, സബ് ഡിവൈഡ് ചെയ്യും. സ്മോളർ എമൗണ്ട് വരുന്ന ഷെയർസായിട്ട് അതിനെ സബ് ഡിവൈഡ് ചെയ്യുന്ന എൻട്രിയാണ്. അപ്പോൾ നമ്മൾ എൻട്രി പഠിച്ചിട്ടുണ്ടാവുക ഓൾഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഡെറ്റർ ടു ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നുള്ളൊരു എൻട്രി പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുപോലെ എന്താ ഇവിടെ പറയുന്നത്, ഷെയർസ് ഇപ്പോൾ 20 lakh വരുന്ന ഷെയർസ് എന്ന് പറയുന്നത് 20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ചാണ്. അതിന് നമ്മൾ ₹5 വരുന്ന ഷെയർസായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് അപ്പോൾ 20,000 ഇക്വിറ്റി ഷെയർസ് എന്നുള്ളത് 40,000 ഇക്വിറ്റി ഷെയർസായിട്ട് മാറും. 4 lakh ഇക്വിറ്റി ഷെയർസായിട്ട് മാറും. 4 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 5 ആണ് 20 lakh. അപ്പോൾ 4 lakh × 5 ആയിട്ടാണ് എന്ത് വരിക, ഷെയർസ് മാറുന്നത്. എമൗണ്ടിൽ വ്യത്യാസം വരില്ല, അത് 20 lakh തന്നെ ആയിരിക്കും. അങ്ങനെ സബ് ഡിവൈഡ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്, അതിൻ്റെ 90% ഓഫ് ഷെയർ ഹോൾഡേഴ്സ് സറണ്ടർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ദ ടോട്ടൽ ക്ലെയിംസ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ റിഡ്യൂസ്ഡ് ടു 4,90,000. ഇപ്പോൾ ഡിബഞ്ചേഴ്സിൻ്റെതെന്ന് പറയുന്നത് 10 lakh ആണ്. അത് അവർ 4,90,000 ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് 5,10,000 അവർ ഫോർഗോ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് എടുക്കാവുന്നതാണ്. അതെടുക്കുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡിബഞ്ചേഴ്സ് ഫോർഗോ ചെയ്യുന്ന സമയത്ത് അതോടൊപ്പം തന്നെ ഡ്യൂ ആയിരിക്കുന്ന ഇൻട്രസ്റ്റ് അതുകൂടെ നമ്മൾ ഫോർഗോ ചെയ്തിട്ടുണ്ടാകും, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഫോർഗോ ചെയ്തിട്ടുണ്ടാകും. അതും നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് മാറ്റേണ്ട എമൗണ്ടാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ അതും ഫോർഗോ ചെയ്യും. ഷെയർസ് ഫോർഗോ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, ഡിവിഡൻഡ് ഫോർഗോ ചെയ്യും. ഈ ക്വസ്റ്റ്യനിലില്ല, എന്നാലും പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റും അതിനോട് കൂടെ തന്നെ നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് മാറ്റേണ്ടതാണ്. ഇനി ബാക്കി എന്താ പറഞ്ഞിട്ടുള്ളത്, ഓൺ കൺസിഡറേഷൻ ഓഫ് ദിസ് ക്യാൻസലേഷൻ they are also allotted shares out of surrendered shares amounting to 2,50,000. ഇപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഈ ഒരു 4,90,000 ആയിട്ട് അവരുടെ ക്ലെയിം റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം 5,10,000 അവർ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അതിന് റിട്ടേൺ ആയിട്ട് കമ്പനി അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ആസ് എ കൺസിഡറേഷൻ ആയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്, 2,50,000 വർത്ത്
ഇക്വിറ്റി ഷെയർസ് ഈ ഒരു ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2,50,000 വരുന്ന ഷെയർസ്. അത് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന സറണ്ടർ ചെയ്തിരിക്കുന്ന ഷെയർസ് ഉണ്ട്. 90% ഷെയർസ് സറണ്ടർ ചെയ്തിട്ടുണ്ട്. ആ ഒരു എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഷെയർസ് യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഷെയർ ക്യാപിറ്റൽ റീഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ദ ക്രെഡിറ്റേഴ്സ് എഗ്രീഡ് ടു റിഡ്യൂസ് ദെയർ ക്ലെയിംസ് ബൈ 3 lakh. എന്താ, ക്രെഡിറ്റേഴ്സിന് ഇപ്പോൾ എമൗണ്ട് 5 lakh ആണ്. ഇനി കുറച്ചിരിക്കുന്നത് 3 lakh വെച്ചുകൊണ്ടാണ്. ക്ലെയിംസ് ബൈ 3 lakh എന്നാണെങ്കിൽ നിങ്ങൾ മാറിപ്പോവരുത്. 3 lakh വെച്ച് കുറച്ചിരിക്കുകയാണ്. അതായത് 2 lakh ആണ് ഇപ്പോൾ ഇനി എക്സിസ്റ്റിംഗ് ക്രെഡിറ്റേഴ്സിന് ഉണ്ടാവുക. 3 lakh അവർ കുറച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞത് റിഡ്യൂസ്ഡ് ടു 4,90,000 ആണ്. ഓക്കെ, അപ്പോൾ അത് മാറിപ്പോവരുത്. ഇത് 3 ലക്ഷം കുറഞ്ഞിരിക്കുകയാണ്. 3 ലക്ഷം കുറഞ്ഞാൽ ബാക്കി 2 ലക്ഷം ഇനി ക്രെഡിറ്റേഴ്സ് ഉണ്ടാകും. ഇനി കുറഞ്ഞിരിക്കുന്ന ഈ ഒരു ക്രെഡിറ്റേഴ്സ്, അല്ലെങ്കിൽ ഫോർഗോ ചെയ്തിരിക്കുന്ന ക്രെഡിറ്റേഴ്സിന് റിട്ടേൺ ആയിട്ട്, അല്ലെങ്കിൽ കൺസിഡറേഷനായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട് കമ്പനി, 1/3 ഓഫ് വിച്ച് വാസ് ടു ബി സാറ്റിസ്ഫൈഡ് ബൈ ദി ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഔട്ട് ഓഫ് ദ സറണ്ടേർഡ് ഷെയർസ്. 3 lakh എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ക്ലെയിം റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 1/3 പോർഷൻ, അതായത് 3 lakhൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ 1 lakh അവർക്ക് എങ്ങനെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്, ഈ ഒരു സറണ്ടേർഡ് ഷെയർസിന്ന് ഇക്വിറ്റി ഷെയർസാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഡിബഞ്ചേഴ്സിൻ്റെ കേസ് പോലെ തന്നെ. ഇനി ഫോർത്ത് വൺ, ദ ഷെയർസ് സറണ്ടേർഡ് ബട്ട് നോട്ട് റീഇഷ്യൂഡ് ആർ ക്യാൻസൽഡ്. ഇനി ഇതൊക്കെ ഈ ഒരു സറണ്ടർ ഷെയർസ് അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് റീഇഷ്യൂ ചെയ്തു, ക്രെഡിറ്റേഴ്സിന് റീഇഷ്യൂ ചെയ്തു. ഇനി ബാക്കി എന്തെങ്കിലും സറണ്ടേഴ്സ് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാണ്, ക്യാൻസൽ ചെയ്യാണ്. അതായത് അത് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ക്യാൻസൽ ചെയ്യുക മീൻസ് ആ ഒരു എമൗണ്ട് നമ്മൾ ഇനി ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് എടുക്കുകയാണ്. ആ ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഈ ഫിക്സഡ് അസറ്റിനെയും കറണ്ട് അസറ്റിനെയും എന്ത് ചെയ്യാം, റൈറ്റ് ഓഫ് ചെയ്യാം. റൈറ്റ് ഓഫ് ചെയ്ത് നമുക്ക് ഈ ഒരു എമൗണ്ടിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും എൻട്രീസാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് നിങ്ങൾ ഫസ്റ്റ് ബാലൻസ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ലയബിലിറ്റീസ് ആഡ് ചെയ്യുക ആൻഡ് അസറ്റ് സൈഡ് ആഡ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ടേബിൾ ഫോമാറ്റായിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കുക. അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് തന്നിട്ടില്ല, ലോസ് എത്രയാണെന്നുള്ളത് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ മെത്തേഡ് എടുക്കുന്നത് അക്യുമുലേറ്റഡ് ലോസസ് കൂടുതലുള്ളപ്പോഴാണ്. അക്യുമുലേറ്റഡ് ലോസസ് ഉള്ളപ്പോഴും പിന്നെ റൈറ്റ് ഓഫ് ചെയ്യാനുള്ളപ്പോഴാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അക്യുമുലേറ്റഡ് ലോസ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങളിങ്ങനെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടത്. ആൻഡ് അതിൻ്റെ അസറ്റ് സൈഡ് വരുന്ന ബാലൻസ് എമൗണ്ട് ആയിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു അക്യുമുലേറ്റഡ് ലോസ് എന്ന് പറയുന്നത് ഈ ബാലൻസ് ആയിരിക്കും. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നേരിട്ട് ബാലൻസ് ഷീറ്റ് തരുന്ന സമയത്ത് അതിൻ്റെ ഡെബിറ്റ് സൈഡ് അസറ്റ് സൈഡ് ഓട്ടോമാറ്റിക്കലി ഈ ഒരു P&L ഡെബിറ്റ് ബാലൻസ് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബാലൻസ് ഷീറ്റ് നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഫോമാറ്റിലാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഇതുപോലെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ ഡിഫറൻസ് എമൗണ്ട് P&L ഡെബിറ്റ് ബാലൻസ് ആണ് അല്ലെങ്കിൽ ലോസ് ആണ്, അത് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാനുള്ളതാണ് ഈ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട്. ഇവിടെ 9,70,000 ആണ് വരുന്നത്. ഓക്കെ, ഇനി എൻട്രി എഴുതുന്ന സമയത്ത് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് ഏതാണ്, നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്ന എൻട്രി. നമ്മൾ പറഞ്ഞു ഷെയർസിനെ 5 rupees വരുന്ന ഷെയർസായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യുക, വർത്ത് 20 lakh. അതെത്രയാണ്, 20,000 ഷെയർസ് ഓഫ് ₹100 ഈച്ചാണ്. ദെൻ ന്യൂ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. അത് എത്രയാണ്, 5 rupee വരുന്ന 4 lakh ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും. എമൗണ്ടിൽ രണ്ട് സൈഡും
എന്തായിരിക്കും, ഈക്വലാണ്, എമൗണ്ടിൽ ചേഞ്ച് വരുന്നില്ല. ഇനി നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെ നമ്മൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, 90% സറണ്ടർ ചെയ്തിട്ടുണ്ട്, കമ്പനിയിൽ തിരിച്ച് സറണ്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് എന്താണ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റർ ടു സറണ്ടേർഡ് ഷെയർസ് അക്കൗണ്ട്. ഇനി എത്രയാണ്, 20 ലാഖിൻ്റെ 90% അവരെന്ത് ചെയ്തിട്ടുണ്ട്, സറണ്ടർ ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് 18 ലാഖ് അവർ സറണ്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സറണ്ടർ ഷെയർസ് അക്കൗണ്ടിൽ ഇപ്പോൾ 80 ലാഖ് ഉണ്ട്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് എൻട്രി പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അവരുടെ ക്ലെയിംസ് 4,90,000 ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം നമ്മൾ, ബാക്കി ഡിബഞ്ചേഴ്സിൻ്റെ 5,10,000, ടോട്ടൽ 10 ലാഖിൽ ബാക്കി 5,10,000 പ്ലസ് ഇൻട്രസ്റ്റ് ഡ്യൂ ഓൺ ഡിബഞ്ചർ 1,20,000 ഉണ്ട്. ഈ രണ്ട് എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഫോർഗോ ചെയ്തിരിക്കുന്ന എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അതാണ് തേർഡ് എൻട്രി. ദെൻ അതിൻ്റെ കൂടെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൺസിഡറേഷനായിട്ട് കമ്പനി എത്ര കൊടുത്തിട്ടുണ്ട്, 2,50,000 വർത്ത് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ ഇപ്പോൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സറണ്ടേർഡ് ഷെയർസ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ സറണ്ടർ അക്കൗണ്ടിൽ 18 ലാഖ് ഉണ്ട്, അതിലൊരു 2,50,000 എന്തിന് യൂസ് ചെയ്യാണ്, നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് യൂസ് ചെയ്യുകയാണ്. ഓക്കെ, സറണ്ടേർഡ് ഷെയർസ് അക്കൗണ്ട് അറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2,50,000. ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് ക്രെഡിറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടാണ്. ക്രെഡിറ്റേഴ്സിൻ്റെ ക്ലെയിംസ് അവർ എത്രയായി, 3 ലാഖ് വർത്ത് ക്ലെയിംസ് അവർ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 3 ലാഖ് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി അവർക്ക് കൺസിഡറേഷനായിട്ട് 3 ലാഖിൻ്റെ 1/3 പോർഷൻ അവർക്ക് തിരിച്ച് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ 1/3 പോർഷൻ എന്തായിട്ട് വരികയാണ്, പുതിയ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സായിട്ട് വരികയാണ്. അതും നമ്മൾ ഈ ഒരു സറണ്ടേർഡ് ഷെയർസ് അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ സറണ്ടേർഡ് ഷെയർസ് അക്കൗണ്ടിൽ നിന്ന് ഒരു 1 ലാഖ് കൂടെ നമ്മൾ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുക, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി. സറണ്ടേർഡ് ഷെയർസ് അക്കൗണ്ട് അറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 1 ലാഖ്. ഇനി നെക്സ്റ്റ് ബാക്കി നമ്മളുടെ സറണ്ടേർഡ് ഷെയർസ് അക്കൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇക്വിറ്റി ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അതായത് ഈ ഒരു ബാക്കി എമൗണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ അതിന് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രിയാണ് നെക്സ്റ്റ്, സറണ്ടേർഡ് ഷെയർസ് അക്കൗണ്ട് അറ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. അപ്പോൾ ബാക്കി 18 ലാഖിൽ ബാക്കി 2,50,000 നമ്മൾ ഇഷ്യൂ ചെയ്തു ആൻഡ് 1 ലാഖ് നമ്മൾ ക്രെഡിറ്റേഴ്സിന് ഇഷ്യൂ ചെയ്തു. ബാക്കി വരുന്ന 14,50,000 ആണ് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മളുടെ ക്യാപിറ്റൽ റിഡക്ഷനിൽ എത്ര എമൗണ്ട് ഉണ്ട്, 14,50,000 സറണ്ടേർഡ് ഷെയർസ് ആയിട്ടുണ്ട്. ദെൻ ഡിബഞ്ചേഴ്സ് ഫോർഗോ ചെയ്തിരിക്കുന്ന 6,30,000 ഉണ്ട്. ആൻഡ് ക്രെഡിറ്റേഴ്സ് ഫോർഗോ ചെയ്തിരിക്കുന്ന 3 ലാഖ് വരും. ഇത്രയും എമൗണ്ട് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാകും, 23,80,000 ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ വരും. അത് നമ്മൾ എന്തൊക്കെ റൈറ്റ് ഓഫ് ചെയ്യുന്നതിനും അക്യുമുലേറ്റഡ് ലോസസ് എന്താണ് റൈറ്റ് ഓഫ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എമൗണ്ടിലേക്ക് അസറ്റ്സിനെ മാറ്റുക. 20 ലാഖുള്ള അസറ്റ്സിനെ നമ്മൾ 9,60,000 ആക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് എമൗണ്ട് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യുക. അതായത് 10,60,000. ദെൻ കറണ്ട് അസറ്റ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 6,50,000 ആണ്. അതിന് വാല്യൂ ചെയ്തിരിക്കുന്നത് 4,80,000 ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, റൈറ്റ് ഓഫ് ചെയ്യുക. അതൊക്കെ നമ്മളുടെ ഡിപ്രിസിയേഷൻ ആയിരിക്കും, അതിനൊക്കെ റൈറ്റ് ഓഫ് ചെയ്യാണ്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് നമ്മൾ ആൻസർ ബാലൻസ് ഷീറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, 9,70,000. അതിനെ റൈറ്റ് ഓഫ് ചെയ്യുക. ദെൻ ബാലൻസ് വരുന്ന എമൗണ്ട് നമ്മൾ എന്താ പഠിച്ചത്, ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ബാക്കി 2 ലാഖ് വരും, അത് ക്യാപിറ്റൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇത്രയും എൻട്രിയാണ് വരുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് കൂടെ പ്രിപ്പയർ ചെയ്യുക. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്
സാധാരണ തന്നിരിക്കുന്ന ഐറ്റംസ് മാത്രമേ ഇതിൽ നോക്കേണ്ടതുള്ളൂ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കേസിൽ എന്താ വരുന്നത്, 1,10,000 ഷെയർസാണ് ഇപ്പോൾ പുതിയ ബാലൻസ് ഷീറ്റിൽ നമുക്ക് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവുക. അതായത് ഓൾറെഡി നമുക്ക് ബാലൻസ് ഷീറ്റിൽ എന്തുണ്ട്, ഒരു 20 lakh ഫസ്റ്റ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ എമൗണ്ട് ഉണ്ടായിരുന്നു. ആ 20 lakhൽ 90% നമ്മൾ ഫോർഗോ ചെയ്തു, അതായത് 18 lakh ഫോർഗോ ചെയ്തു. ബാക്കി 2 lakh ഉണ്ട്. ഓക്കെ, 2 lakh ഉണ്ട്. പിന്നെ അതുകൂടാതെ എന്ത് വന്നിട്ടുണ്ട്, ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഒരു പാർട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സായിട്ട് വന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സിൻ്റെ ഒരു പാർട്ടും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സായിട്ട് വന്നിട്ടുണ്ട്. ഈ 3 എമൗണ്ടും കൂടെ കൂട്ടിയ എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് പുതിയ ബാലൻസ് ഷീറ്റിൽ ഷെയർ ക്യാപിറ്റലായിട്ട് വരുന്നുണ്ടാവുക. പിന്നെ നെക്സ്റ്റ് റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് അവിടെ റിസർവ്സ് ആയിട്ട് ഇപ്പോൾ ക്യാപിറ്റൽ റിസർവ് മാത്രമാണ് നമുക്ക് ബാലൻസ് ഷീറ്റിലുള്ളത്, വേറെ റിസർവ് ബാലൻസ് ഒന്നും തന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് നോൺ കറൻറ്റ് ലൈബിലിറ്റീസിൽ ലോങ് ടേം ബോറോയിങ്സ് മീൻസ് ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സിലും ഫോർഗോ ചെയ്ത് ബാക്കിയുള്ള എമൗണ്ട് 4,90,000 ഇനി ഉണ്ടാവുള്ളൂ. 5,10,000 ഫോർഗോ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 4,90,000 ലോങ് ടേം ലൈബിലിറ്റീസ് ആയിട്ടുണ്ടാകും. ദെൻ കറൻറ്റ് ലൈബിലിറ്റീസിൽ ട്രേഡ് പേയബിൾസ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിന് എമൗണ്ടിൽ ചേഞ്ച് അവർ എത്ര ആയിട്ടുണ്ട്, 2 lakh ആയിട്ട് മാറിയിട്ടുണ്ട്, 5 lakh എന്നുള്ളത്. ആ ഒരു എമൗണ്ട് എടുത്താൽ മതി. ആൻഡ് ഫിക്സഡ് അസറ്റിൽ ടാഞ്ചിബിൾ അസറ്റ്സിൻ്റെ എമൗണ്ടും കറണ്ട് അസറ്റ്സിൻ്റെ എമൗണ്ടും നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് ബാക്കി വരുന്ന എമൗണ്ട് അത്രയും മാത്രമേ എടുക്കേണ്ടതുള്ളൂ. ഇത്ര ഐറ്റംസാണ് നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ടുള്ള ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത്. എൻട്രീസ് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇതിൻ്റെ ബാക്കി പ്രോബ്ലംസ് കൂടെ ഇനി അടുത്ത ക്ലാസ്സിലായിട്ട് നോക്കാം.